കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ സ്നേഹം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അസ്വസ്ഥയായി കഴിയുകയായിരുന്നു. ഒന്ന്, ഭക്ഷണത്തിൽ ഒരു തകരാറ് സംഭവിച്ച് ഒരു രാത്രി 7 പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ട് അത് കഴിഞ്ഞ് കോളേജിലേക്ക് പോയി. കോളേജിൽ ക്ഷീണം പോയി. അപ്പം ഇവിടുത്തെ എൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു സൂപ്പർവൈസർ ഞങ്ങൾ എനിക്ക് ഒരു വലിയ ക്ഷീണം എന്നതാന്ന് വിളിച്ച് MSൻ്റെ ആശുപത്രിയിലേക്ക് പോയി. 2 മണിക്കൂർ കുപ്പിട്ടുള്ളൂ. 2 മണിക്കൂർ ഇവിടെ ഞാൻ തിരിച്ചു പോയി. എൻ്റെ കാൽ രണ്ടും ചൊറിഞ്ഞ് പൊട്ടിയിട്ട് നീര് വെച്ചിട്ട് നടക്കുന്ന പ്രയാസമുണ്ട്, വേദനയുണ്ട്. എങ്കിലും അതിനെ പ്രിയ സെക്രട്ടറി വിളിച്ചു അന്വേഷിച്ച് പോകാൻ. അപ്പോൾ ഇതിൻ്റെ കാലിൻ്റെ എന്നാല് ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. അതാണ് നമ്മുടെ ഇന്നിപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാലം നീരെടുത്തിപ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ നീര് വിടും. നേരം എടുക്കുമ്പോൾ നീരുണ്ടാകില്ല. പിന്നെ നടക്കുമ്പോഴൊക്കെ നീരാണ്. 2 ദിവസമായിട്ട് പോയി അവിടെ ചെന്ന് ഒപ്പിട്ടിട്ട് എവിടെയും ഇരിക്കുമോ എവിടെയും കിടപ്പൊക്കെ ചെയ്യുന്ന സൗകര്യം തന്നിരിക്കുക. അപ്പം അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായ ബന്ധത്തിലോ നമ്മുടെ ദർശനം അനുസരിച്ചോ നമ്മുടെ ദർശനത്തെ നമുക്ക് തരുന്നതായ കൃപകൾ പ്രാപിപ്പാൻ കഴിയും. അല്പ ഇതിലേക്ക് വേണ്ടി 1-2 വാക്യങ്ങൾ മാത്രം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 42-ാം സംഘത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ഉള്ളം എന്തിനു ദൈവത്തോട് ചേരാൻ കാക്ഷിക്കുന്നു. ഈ കാംക്ഷ അല്ലെങ്കിൽ ഈ താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ദർശനം മുമ്പിലുണ്ടായി. ദർശനം മറന്നു പോകാതെ, ദർശനം വിട്ടുപോകാതെ നാം നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. അതാണ് മിക്കവാറും നീതിമാന്മാരുടെ പ്രാർത്ഥന, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധയോടെ കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രത്യാശ മാൻ അത് ഏറിയ ചൂടൻ വെളുത്ത് അനുഭവിച്ചിട്ട് വെള്ളം കുടിക്കാനില്ല, കിട്ടാതെ വരുമ്പോൾ അവർ ഓടുന്ന ഓട്ടം എങ്ങനെയാണെന്നറിയാമോ? സൂര്യൻ എരിഞ്ഞ് തിളച്ച് നിൽക്കുന്ന നമ്മൾ നോക്കാറുണ്ട്. നേരെ സൂര്യൻ നല്ല അതെ ചൂടേറിയ സമയത്ത് നോക്കാമെങ്കിൽ വെള്ളം ഒഴുകുന്ന ഇറങ്ങുന്ന കാണാം. ഇത് കണ്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്, അതേ ഓടുകയാണ്. എന്നെ വെള്ളമില്ല. ആണ് കാംക്ഷയോടാവുന്ന വെള്ളം ലഭിക്കാൻ വേണ്ടി, ദാഹം തീർക്കാൻ വേണ്ടി. ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മുടെ പ്രത്യാശയാകുക ഉണ്ടായി. നമ്മൾ ദർശനം മൂലവരായിരിക്കണം, ദർശനം പ്രാപിച്ചവരായിരിക്കണം. ആ ദർശനത്തെ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ദിവസത്തെ കാരണം ഞാൻ അവിടെ കതിർപ്പതിയില് സൂക്ഷിച്ചിട്ട് അവിടെ കോട്ടായി കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമേറിയ ഒരാളാണ്. കാരണം ഞാൻ കാണുന്ന കാലം മുതൽ ശാന്ത സ്വഭാവത്തോടെ ശാന്തതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവയല്ല. എനിക്കത് വളരെ ഇഷ്ടമല്ല അദ്ദേഹത്തെ. കാരണം സാധാരണ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ അല്ല, അത് ദൈവത്തിന്റെ പയ്യനെ ഇഷ്ടപ്പെടുന്നത്. അവന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയിലും അവന്റെ ഓട്ടവും കാണുമ്പോൾ അറിയാം അവനെ സ്നേഹിക്കുവാൻ. ഒരു വിശ്വാസിയെ നീ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഓർക്കണം. നിന്റെ പോക്ക് ആ ദർശനത്തെ നോക്കിക്കൊണ്ട് വേണം. ദർശനം വിട്ടുപോകരുത്. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരി, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ വയ്യാത്ത പ്രാർത്ഥിക്കരുതാരും. കാരണം നിങ്ങൾ ഒരല്പം ഞാൻ വിട്ടു പറയട്ടെ, ഒരു ചെറിയ കാര്യം തൊട്ടാരെങ്കിലും തൊട്ടാൽ നിങ്ങളുടെ വായിൽ എന്തായിരിക്കും? ശബ്ദമുണ്ടോ?
നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് വായിൽ ശബ്ദമുണ്ടോ? ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ശബ്ദം കുറയുന്നത് എങ്ങനെ? നിങ്ങൾ ഒറ്റത്തിൽ പ്രാർത്ഥിക്കണം. ആരും നിങ്ങളെ തടയത്തില്ല, ആരും നിങ്ങളെ വാദത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒറ്റത്തിൽ പ്രാർത്ഥിക്കുവാൻ. ഞാൻ ചെന്ന് നേരത്തെ മൈക്ക് ഞാൻ എനിക്ക് വയ്ക്കുന്നുണ്ട്. അപ്പൊ എന്റെ ദർശനമായിട്ട് പറയാമല്ലോ, ആദ്യം ഇങ്ങനെ അത് മൈക്കൊന്നും പ്രസംഗിച്ചുകൊള്ളുന്നില്ല, അല്ലെ പറയുന്നത് സാക്ഷ്യം പറയാൻ പറയുന്നത്. അതാണ് ദൈവത്തിന്റെ മക്കളെ നമ്മൾ തുറന്ന് പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ ശബ്ദങ്ങൾ വരും. നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് ഓടുന്നത്? നാം പ്രത്യാശ യേശുവിനെ നോക്കിയാ ഓടുന്നത്. അത് നമ്മളെ മറന്നു പോകരുത്. ഏത് പ്രശ്നം വന്നാലും അതിന്റെ മുമ്പിലെല്ലാം നമ്മൾ ഓടുന്നത് നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രത്യാശയാണ്. അത് കർത്താവിൽ നിങ്ങൾ ഞാൻ പറയട്ടെ, എന്റെ കർത്താവ് വരാൻ താമസമില്ല. വരുവാനുള്ള എല്ലാ ലക്ഷങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപകടങ്ങളിൽ നിങ്ങൾ അറിയുമോ? പിഞ്ചു കുഞ്ഞുങ്ങൾ 4 പേര് പോയ വഴിക്ക് വാഹനം മറിഞ്ഞവരുടെ മേലേക്ക് വീണിട്ട് അത് മരിക്കുമെന്ന് കാണാൻ ഇടയായി. അത് കണ്ടത് TV കൂടെയാണ്. കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. നമ്മുടെ തലമുറകളാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ തലമുറ അനേകം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ തലമുറകളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എന്റെ കർത്താവ് എത്ര ഭംഗിയായി നടത്തും. വാഹനത്തിനിടെ വഴിയല്ലേ കുഞ്ഞുങ്ങൾ പോകുന്നു, വാഹനം ഓടുന്ന സ്ഥലത്തൂടെ നടക്കുന്നു, വാഹനത്തെ പോകുന്നില്ലേ? നിന്നെയും സൂക്ഷിക്കുന്നതിനോ വിശ്വസ്തനായ കർത്താവ് ഏത് അപകടം വരട്ടെ, ഏത് സങ്കടം വരട്ടെ, അവിടെ എല്ലാം നടത്തുന്ന ഒരു കർത്താവ്, എന്നെ നടത്തുന്ന കർത്താവ്. അതുകൊണ്ടാണ് ഇവിടെ സംഘത്തിന് പാടിയത്. സംഘത്തിന് ഗാനം പാടാനും കാണുന്നുണ്ടോ? പിതാക്കന്മാര് ദൈവത്തോട് മത്സരിച്ചിട്ട് അവരുടെ ഭൂമി ഈ പുത്രന്മാർ മാത്രം രക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണോ? മാന്യത്തോടേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് കരയാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി നമുക്ക് കരയാം. അവരെ ഈ ലോകം എങ്ങനെയാകുമെന്ന് നിങ്ങൾ അറിയുമോ? എത്രയോ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്നു. എത്രയോ കുഞ്ഞുങ്ങളോ. ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞോ 2ാം നിലയുടെ മേലേക്ക് തൂങ്ങി, ആരെയും അറിയിച്ചില്ല. അതുപോലെ അനേകം നടക്കുന്നുണ്ട്, അനേക സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ മക്കളെ, പ്രിയ മാതാപിതാക്കളെ, പിതാക്കന്മാരെ, നമ്മുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും, തലമുറയ്ക്ക് വേണ്ടിയായിരിക്കും. കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിനെ കുറിച്ച് കരയണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കരയുവാൻ, തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ കർത്താവ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നു നമ്മുടെ പ്രത്യാശയാണ് കർത്താവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ഇടയാകട്ടെ. ഞാൻ കഴിഞ്ഞ ചിന്തിച്ചപ്പോൾ 3 ഏക്കറിൽ സഭയിൽ സൂക്ഷിക്കുന്ന സമയത്തോ അടുത്തൊരു 200 മീറ്റർ അപ്പുറത്തൊരു പ്രകാശം. ഞാനൊരു ദിവസം അദ്ദേഹം ഭാര്യയെ കാണാതെയും മക്കളെ കാണാതെയുമാണ് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നയാളാണ്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞ ഇദ്ദേഹവുമായി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. ഇഞ്ചിക്കുന്നല്ല, കുറേ നടക്കണം. ഇഞ്ചിക്കുന്നതിനെ കൊണ്ടുപോയി കൊച്ചവസേപ്പിൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കൂട്ടി. ഈ മക്കളെ പറയട്ടെ, മടങ്ങി വന്നു. ആ ഭാര്യ കോളിൻ്റെ വാതിക്ക് വന്നു. അമ്മ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം കേട്ടു എന്നത് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ലാതെ ഇത് കുറേ നേരം ഒരു ഇടവായി നാട്ടിലെന്ന് എൻ്റെ പോയി. ഞാൻ പറയാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കണം. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ നാവിനെ അടക്കാമെങ്കിൽ ദൈവം പ്രവർത്തിക്കും. ആ പ്രകാശം രാഹിൽ ഭാര്യയും മക്കളും എല്ലാം ഇന്ന് പെന്തക്കോസ്ത് എന്ന് ആരാധിക്കുന്നു. 3 ഏക്കർ സഭയിൽ ആരാധന നടക്കുന്നുണ്ട്, ആരാധിക്കുന്നു. 3 ഏക്കർ നിങ്ങൾ പറയുമ്പോൾ 3 ഏക്കർ 1 കിലോമീറ്റർ അപ്പുറത്തെ ഇപ്പുറത്തെ വഴി. പക്ഷെ 3 ഏക്കർ മരംകാട്ടാണ് ആരാധന നടക്കുന്നത്. മരംകാട് എന്ന് പറയുന്നത് 3 ഏക്കർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ അപ്പുറത്തെ പോയിട്ടുണ്ടായിരിക്കില്ല.
മരുന്നങ്കാട്ടിലാണ് ആരാധന സഭ. പക്ഷേ സഭയുടെ പേര് 3 ഏക്കർ. 3 ഏക്കർ എവിടെ? 1 കിലോമീറ്റർ അപ്പുറത്താണ്. നമ്മുടെ പ്രാർത്ഥന എവിടെ ആയിരിക്കണം? ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കണം. പ്രാർത്ഥിച്ചാൽ പോലെ പുസ്തകം വായിക്കും. എത്ര പുസ്തകം വായിക്കും? എന്താ ഏത് പുസ്തകം വായിക്കും? ഏത് അധ്യായം വായിക്കും? ഏത് വാക്യം വായിക്കുന്ന അറിയത്തില്ല. കാരണം മിണ്ടാതെ പുസ്തകം അങ്ങ് വായിക്കും. പുസ്തകം വായിച്ചിട്ട് പോയിട്ട് കഴിഞ്ഞാൽ ഇന്ന വാക്യം ഇന്ന വാക്യം ഇന്ന സങ്കീർത്തനം അല്ലെങ്കിൽ ഇന്ന വാക്യം ഇന്ന കോരിന്ത്യൻ അല്ലെങ്കിൽ പറഞ്ഞ വായിക്കാൻ അടിച്ചിരിക്കുമെങ്കിൽ ഇന്ന സഭ ഇന്ന സ്ഥലത്താണ് ഇന്നാണ് കേട്ടാൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഓരോന്നും അതേ മരുന്നങ്കാടെന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി വെച്ച് 3 ഏക്കർ അവയെന്ന് പറഞ്ഞു. അതിന് 3 ഏക്കർ സെഞ്ച് അവയെ കാണുമോ? 3 ഏക്കർ ഭാഷ 3 ഏക്കർ പോയപ്പോൾ അവൻ്റെ മരുന്നങ്കാട്ടി പോകും. 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഇറക്കണം. മരുന്നങ്കാട്ടി ഇറങ്ങിയില്ല അവർ പോയത്. നിങ്ങൾക്ക് അറിയില്ല. അതെന്താ കാര്യം കാണുന്നില്ലാമോ? നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. എവിടെയായിരിക്കണം? ദൈവത്തിന്റെ കാഴ്ചോട്ടിലായിരിക്കണം. നമ്മളെപ്പോഴും ദൈവത്തന്നിൽ നിത്യം കരയുന്നവരായിരിക്കും. രാത്രി കരയുന്നവരായിരിക്കും കൂടുതൽ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. പ്രാർത്ഥനയല്ലേ, ഞാൻ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിൽ ആരും പോലും എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് തരുന്ന നന്മകളും ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അവിടെ കോളേജിനകത്ത് കൃഷി എടുത്തിരിക്കുന്നതെല്ലാം വീഡിയോ എടുക്കാനായിട്ട് വന്നു. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവിടെ ഒരു തണ്ണിമത്തൻ്റെ ഒരു തൈ വളർന്നു വന്നു. ഞാനതിന് വളമൊക്കെ ഇട്ട് ഒരു കായുണ്ട്. ഒരു 3 കിലോ വരുന്നുണ്ടായി. അത് നമുക്കിതിന്ന് പറിക്കാവുന്നു. എന്നോട് പറ്റുമോ? ഞാൻ പറ്റൂ. ഫോട്ടോയ്ക്ക് പറ്റുകൊണ്ട് മുറിച്ചപ്പോലെ നല്ല മധുരവും നല്ല രക്ത കളറും. ഇന്നിപ്പോൾ 25 വിത്ത് കൊടുത്താൽ കിട്ടു. കാരണം ഞാൻ കാരണം പറഞ്ഞല്ലോ, അവരോടുള്ളതായ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല സന്തോഷിക്കുന്നതാണ്. ആ ദൈവശബ്ദം കേൾക്കുമ്പോൾ കരയും. അവന് കരയാൻ കിട്ടും. അവന് അവന് അവിടെ അടങ്ങിയിരിക്കത്തില്ല. ദൈവാത്മാവ് പ്രാപിച്ച് ഒരൊറ്റ അടങ്ങിയിരിക്കത്തില്ല. കാരണം അവനെ ഉള്ളം തുടിക്കാതെ ഹൃദയം തുടിക്കാതെ എന്റെ ദൈവം എന്നെ നടത്തുന്നല്ലോ, എന്റെ ദൈവം എന്നെ ജീവിപ്പിക്കുന്നല്ലോ, എന്റെ ദൈവം എന്നെ വഴിയിലെ നടക്കുന്നല്ലോ, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കുക. മാന്യത്തോളിലേക്ക് ചെല്ലും. അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം കുടിക്കാനില്ല ഒരു നോക്കിയില്ലാതെ വരുമ്പോൾ ആരായാലും ഏത് വെള്ളമായാലും കുടിക്കും. ഞാനെങ്ങനെ കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് പമ്പയിലെ അടുത്ത താമസിക്കുമ്പോൾ ഞങ്ങൾ വനത്തിൽ പോയി 2-3 പേര് പോയി. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് തേര് തെരഞ്ഞ് നടന്ന് വഴിയറിയാതായി കാരണം ഇങ്ങനെ വരുമ്പോൾ ദാഹിച്ചിട്ട് വായിലൊക്കെ പത വന്ന് വെള്ളം കുടിക്കാൻ വയ്യാതായി പോയി. മടങ്ങി വന്നു. അപ്പോൾ ആന ചവിട്ടിട്ട് ആട് കിടന്നൊരു കുഴിയുണ്ട്. അതിനകത്ത് വെള്ളമുണ്ട്. പക്ഷേ കാലിനെ കുടിക്കാൻ ഒക്കെയില്ല. കാരണം അപ്പടി പെരുമികളുമില്ല. ഞാൻ ഈ വെള്ളം കുടിക്കാൻ പോകുന്നത് ഇവരെല്ലാം മാറും. ഞാൻ കുടിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ കയ്യിൽ തോർത്തെ കൂടി വീഴ്ച വിട്ടിട്ട് എൻ്റെ വയറിളയുമ്പോൾ കുടിക്കും. എനിക്കൊരു രോഗമൊന്നുമില്ല. അവരൊക്കെ വെള്ളം കുടിക്കാതെ വഴിയൊന്ന് വാശം കഴിച്ചത് ഞാൻ സന്തോഷമായിട്ട് നടന്നു പോകുന്നത്. കാരണം ഏത് വെള്ളമായാലും കുടിച്ചു പോകുന്നു. ആരും കുടിക്കുക വെള്ളം കുടിക്കാൻ നോട്ടില്ലാവുന്ന ഏത് വെള്ളമായാലും കുടിച്ചു പോകും. അതുപോലെയാണ് നമുക്ക് അപകടം വരുമ്പോൾ ദൈവത്തോട് ചേർന്നപ്പോൾ അപകടത്തിന് മുമ്പ് തന്നെ ദൈവത്തോട് ചേരണം. എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കണം. രോഗം വരുമ്പോഴല്ല, അതേ വേദന വരുമ്പോഴല്ല, അപകടം വരുമ്പോഴല്ല, എന്നോട് ചേർന്നിരുന്ന എന്നോട് ചേർന്നിരുന്ന ഞാൻ എന്ത് ചെയ്യും? നിന്നോട് ചേർന്നു. എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മാമണ ശുശ്രൂഷ കഴിഞ്ഞ് ഇല്ലിപ്പാറ വഴി വരുമ്പോൾ കണ്ണൂരിലോട്ട് കയറുന്ന വളരെ ഒരു കുരിശുപള്ളിയുണ്ട്. ഒരു സഹോദരൻ ഞായറാഴ്ച 2 മണിക്ക് കയറി വരുന്ന സമയത്ത് എനിക്കൊരു ഒരടിയാണ്. ഞാൻ മാറി കൊണ്ടൊരു അടി തലയിലെ വഴി കൈകൊണ്ടു. ഞാൻ സ്വോത്രം പറഞ്ഞു. എൻ്റെ മോൻ ഇവിടെ ഒന്ന് പ്രസംഗിച്ചല്ലോ, മോനോട് പറഞ്ഞു വേടാ നിൻ്റെ അപ്പൻ അടി കൊണ്ടിട്ട് സ്വോത്രം വഴി പോയിട്ടുണ്ട്. ഒരു ഹിന്ദു സഹോദരനാണ് പറഞ്ഞത്. അതാണ് എൻ്റെ മോൻ ചെല്ലി ചോദിച്ചേട്ടാ നീ എൻ്റെ അപ്പനായിട്ട് ഞാൻ എനിക്ക് കുടിച്ച് ഞാൻ അടിച്ചു പോയിട്ട് കൊണ്ടിട്ടുണ്ടാകും പോയി. പ്രിയപ്പെട്ടവരെ സ്വോത്രം എൻ്റെ അനുഭവം 3-ാം ദിവസം ഇഷ്ടംപോലെ അടി കൊണ്ട് വേറെ ആരോ എൻ്റെ വീട്ടിൽ കൊണ്ട്. ആ വർഷത്തിൽ ഞാൻ മാമണിയിൽ നിന്ന്
ആരാധന ശുശ്രൂഷ കഴിഞ്ഞു ഇരിപ്പാല വരുമ്പോൾ ഈ സഹോദരൻ്റെ ശവമെടുത്ത് ഞാൻ 2 മണിക്കൂർ നടത്തുന്നത് ഞാൻ ചിന്തിച്ചു. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ, സ്തോത്രം പറഞ്ഞോളൂ. ദൈവമേ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? ദൈവം നീ മറുപടി പറയാതെ നിന്നില്ല. നിന്നോട് ഏതിനോട് മറുപടി പറയണ്ട. ദൈവം അട്ടപ്പാടി കണ്ടുവീടില് ഞാൻ 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചത് 1 പന്തി കൊടിയും സ്ഥലവും ഇവിടെ അയൽവാസി. ഞാനൊന്നും മിണ്ടിയില്ല. അവൻ മുളക് കഴിക്കുന്നു. എന്നോട് വീട്ടിൽ പറയും ആ മുളകൊക്കെ അവൻ കഴിക്കുന്നു. 10 പറഞ്ഞു നിങ്ങളൊന്നും പറയുന്ന പറ്റുന്നു. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ തന്നെ അത് മുട്ടി വന്നിട്ട് എന്നോട് ക്ഷമ പറഞ്ഞു. അദ്ദേഹം മരിക്കുമ്പോൾ ആശുപത്രി കിടന്നോട് എന്നെ കാണുമല്ലോ. ഞാനൊന്ന് കോഴിക്കോട് ഞാൻ പെട്ടെന്ന് വന്ന് കോഴിക്കോട് കേട്ടപ്പോൾ എൻ്റെ കാര്യം പിടിച്ച മോനെ മരിച്ചത്. നമ്മൾ മറുപടി ഇല്ലാതിരിക്കും. നമ്മൾ മറുപടി ആരോടും പറയണ്ട. നമ്മൾ ആരോടും എതിർക്കണ്ട. നമ്മുടെ കർത്താവാണ് നടത്തുന്നത്. നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മുടെ നോട്ടം എവിടെയാണ്? നമ്മുടെ നോട്ടം നമുക്ക് തിരുസ്ഥലം വിടാതെ നിന്നത് കൊണ്ട് ആ തിരുസ്ഥലത്തിന് അവകാശമായി അതിന്റെ ഫലമായിട്ട് ഉന്നതങ്ങളിലെത്തുവാൻ കഴിയും. അതുപോലെ ചട്ടാമനായിരിക്കുവാൻ ഭാഗ്യപ്പെട്ടു. ഇന്ന് ദൈവമക്കൾ നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കാംക്ഷ, നമ്മുടെ ചിന്ത ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, അതേ മാന്യത്തോട് ചെല്ലുവാൻ കഴിയുന്നത് പോലെ അവൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഹൃദയവും അതുപോലെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തേതൊക്കെ ചപ്പിച്ചവർന്ന് എന്നാ അതെ പൗലോസ് പറഞ്ഞു. ഇവിടെയുള്ള ഞാനെല്ലാം പൗലോസ് ആരാണ്? അവൻ എന്തെല്ലാം കഴിവുള്ളവനാണ്. അവൻ പറയാണ് ഞാൻ എൻ്റെ ചപ്പും ചവർന്ന് എണ്ണിക്കൊണ്ട് ഞാൻ ഓടുകയാണ്. ഇതൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഭൂമി വേണ്ടെന്നോ പണം വേണ്ടെന്നോ അല്ല ഇവിടെ പറഞ്ഞത്. ഞാനിതെല്ലാം ചപ്പും ചവർന്ന് എണ്ണിയിരിക്കുന്നു. പോകുന്നതൊക്കെ പോയിട്ട് അത് കിട്ടുന്നത് മതി, ഞാൻ മുൻപോട്ട് പോകാം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ മങ്ങിപ്പോകാതെ, ദർശനം വിട്ടുകളയാതെ നമ്മുടെ കർത്താവിന് തന്നെ നമുക്കൊന്നുകൂടെ പോകുവാൻ, നമ്മൾ ഒന്നുകൂടെ ഒരുങ്ങുവാൻ, ഒന്നുകൂടെ ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാതെ എന്നെ ഇഷ്ടത്തോട് നടത്തി ഞാൻ എനിക്ക് അസുഖങ്ങളൊക്കെ വന്നിട്ട് ഒരു ക്ഷീണവും തോന്നിയില്ല. എല്ലാം വലിയ ക്ഷീണമൊന്നും, പക്ഷെ എൻ്റെ ഹൃദയത്തിന് ക്ഷീണമുണ്ട്. അതെ ഞാൻ നടക്കണമെന്ന് തുടങ്ങി. ഒരാളിവിടെ അവിടെ അടുത്തുണ്ട്. അത് എപ്പോഴും കിടക്കും, എഴുന്നേറ്റ് കിടക്കും. ഞാൻ ചെല്ലാറുണ്ട്, പ്രായമുള്ള ആളാണ്. ഞാൻ പറയാം എന്ന് വൈകി കിടക്കും, എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കുമല്ലോ. വലുത് കിടന്നാൽ നീ അവിടെ തന്നെ കിടക്കുള്ളൂ, പിന്നെ നടക്കണമെന്ന് പറയും. അത് പ്രത്യേകം നടക്കും. കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ഓടണം. നമ്മളെങ്ങോട്ടാണ് ഓടുന്നത്? നമ്മുടെ പ്രത്യാശായ വെച്ച് യേശുവിൻ്റെ ഇടയ്ക്കിലൊക്കെ ഓടുന്നത്. ആ ഓട്ടം മാറരുത്, ഓട്ടം എത്തിപ്പോയത്. ആ നല്ല പ്രത്യാശ നമുക്ക് മുമ്പോട്ട് കർത്താവ് മനസ്സിലാക്കിയിട്ട് ഇത്രത്തോളം സമയം ഞാൻ എടുത്ത് അധികമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. ദൈവം നമ്മെ സഹായിക്കും.